ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 3 ചേരുവകൾ കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ഈ പഴം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരു തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ അങ്ങോട്ട് നന്നായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഉടച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പഴം നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മൈദയാണ് കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്തിട്ട് നമുക്കിത് പക്കവടയൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിൽ നിന്നും കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതിൽ നിന്നും ഓരോ പിടിയെടുത്തിട്ട് ഇതുപോലൊരു തവിയുടെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തവിയുടെ മുകളിലും കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അത് എണ്ണയിലേക്ക് അങ്ങോട്ട് ചാടിക്കോളും. അല്ലെങ്കിൽ നമുക്ക് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എണ്ണ പുരട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വെറും 3 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്